സിറിയയിലെ ഐസിസ് ഭീകരർക്കെതിരെ അമേരിക്കയുടെ വമ്പൻ തിരിച്ചടി. കഴിഞ്ഞ വർഷം തങ്ങളുടെ 2 സൈനികരെ കൊലപ്പെടുത്തിയതിന് പകരമായി സിറിയയിലെ 30-ലധികം ഐസിസ് കേന്ദ്രങ്ങളാണ് അമേരിക്കൻ സൈന്യം ബോംബിട്ട് തകർത്തത്. കൊല്ലപ്പെട്ടത് 50-ലധികം ഭീകരർ. സിറിയയിലെ ഐസിസ് സ്വാധീന മേഖലകളിൽ അതിശക്തമായ സൈനിക നടപടിയാണ് US സെൻട്രൽ കമാൻഡ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 3-നും 12-നും ഇടയിൽ നടന്ന പരമ്പര ആക്രമണങ്ങളിൽ ഭീകരരുടെ ആയുധപ്പുരകളും രഹസ്യ താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പ്രിസിഷൻ മ്യൂണിഷൻസ് ഉപയോഗിച്ച്, അതായത് കൃത്യതയാർന്ന വെടിക്കോപ്പുകൾ ഉപയോഗിച്ച് തകർത്തെറിഞ്ഞു. തങ്ങളുടെ സൈനികരെ കൊലപ്പെടുത്തിയതിന് കൃത്യമായ മറുപടി നൽകുക, ഭീകര ശൃംഖലയുടെ അവശേഷിക്കുന്ന കണ്ണികളെ കൂടി സമ്മർദ്ദത്തിലാക്കുക എന്നിവയാണ് ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇതിനകം 50-ലധികം ഐസിസ് പോരാളികളെ വധിക്കുവാനും നിരവധി പേരെ പിടികൂടാനും ഓപ്പറേഷൻ ഹോക്കൈ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ദൗത്യത്തിലൂടെ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ചരിത്ര നഗരമായ പാൽമിറയ്ക്ക് സമീപം വെച്ചാണ് ഐസിസ് ഭീകരർ US സൈന്യത്തിന് നേരെ മിന്നലാക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ സർജന്റ് എഡ്ഗർ ബ്രയാൻ ടോറസ് ടോവർ, സർജന്റ് വില്യം നഥാനിയൽ ഹോവാർഡ് എന്നീ 2 അമേരിക്കൻ സൈനികരും അയാദ് മൻസൂർ സക്കാത്ത് എന്ന സിവിലിയൻ വ്യാഖ്യാതാവും കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവമാണ് ഇപ്പോൾ സിറിയയെ വിറപ്പിച്ച വമ്പൻ പ്രത്യാക്രമണത്തിന് അമേരിക്കയെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഈ ആക്രമണങ്ങൾക്കിടയിലും സിറിയയിലെ അമേരിക്കൻ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, സിറിയയിലെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ഐസിസ് തടവുകാരെ അമേരിക്ക ഇറാഖിന് കൈമാറി. വിചാരണ നേരിടുന്നതിനായി ഇവരെ ഇറാഖിൽ എത്തിച്ചത് ബാഗ്ദാദിന്റെ കൂടി അഭ്യർത്ഥന മാനിച്ചാണ്. രണ്ടാമതായി, വർഷങ്ങളായി അമേരിക്കൻ സൈന്യം കൈവശം വച്ചിരുന്ന തന്ത്രപ്രധാനമായ അൽ തൻഫ സൈനിക താവളത്തിന്റെ നിയന്ത്രണം സിറിയൻ സർക്കാർ സേന തിരിച്ചുപിടിച്ചു. കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സുമായുള്ള സഖ്യത്തിൽ നിന്ന് മാറി സിറിയയിലെ പുതിയ അധികാര കേന്ദ്രങ്ങളുമായി അമേരിക്ക അടുക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ചുരുക്കത്തിൽ, ഐസിസ് ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ആക്രമണം തുടരുമ്പോഴും സിറിയൻ മണ്ണിലെ തങ്ങളുടെ സൈനിക വിന്യാസത്തിൽ വലിയൊരു അഴിച്ചുപണിക്ക് അമേരിക്ക തയ്യാറെടുക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിർത്തികളിൽ കൂടുതൽ കാവൽക്കാരെ വിന്യസിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ.